കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? 1956 നവംബർ 1. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏത്? നെയ്യാർ. കേരളത്തിൽ കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏത്? കണ്ണൂർ ജില്ല. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏത്? ആൻസർ കബനി നദി. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടേതാണ്? ഹെർമൻ ഗുണ്ടാർട്ട്. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിൽ. കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? AR രാജരാജവർമ്മ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? ആൻസർ ഇടുക്കി. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് എവിടെയാണ്? ആൻസർ വേമ്പനാട്ട് കായൽ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? K. കേളപ്പൻ. ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത്? പാലക്കാട്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ. ആദ്യ മലയാള നോവൽ ഏത്? കുന്തലത. കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ലകൾ ഏതെല്ലാം? ഇടുക്കി, വയനാട്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാം? പാമ്പാർ, കബനി, ഭവാനി. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? മലമ്പുഴ. കേരളത്തിലെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി ആര്? ജോസഫ് മുണ്ടശ്ശേരി. മികച്ച കർഷകന് സംസ്ഥാന സർക്കാർ നൽകുന്ന അവാർഡ് ഏതാണ്? കർഷകോത്തമ. കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? ആൻസർ തുമ്പ. കേരളത്തിൻ്റെ കിഴക്കേ അതിരായ പർവ്വതനിര ഏത്? പശ്ചിമഘട്ടം. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപം ഏത്? കഥകളി. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഷൊർണൂർ. മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഏത്? 2013 മെയ് 23. കേരളത്തിലെ ആദ്യ സർവകലാശാല ഏത്? കേരള സർവകലാശാല. കേരളത്തിലെ ആദ്യത്തെ തൂക്കുപാലം ഏത്? പുനലൂർ തൂക്കുപാലം. കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരം.
കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ്? ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല ഏത്? കൊല്ലം ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ തുറമുഖം ഏതാണ്? കൊച്ചി. കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സ്പീക്കർ ആരാണ്? ആർ ശങ്കരനാരായണൻ തമ്പി. വാസ്കോ ഡ ഗാമ കേരളത്തിൽ എത്തിയ വർഷം ഏത്? AD 1498. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ശ്രീനാരായണ ഗുരു. സ്ട്രോബിലംതിസ് കുന്തിയാന എന്നത് കേരളത്തിൽ കാണപ്പെടുന്ന എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ്? നീലക്കുറിഞ്ഞി. മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം ഏതാണ്? വർത്തമാന പുസ്തകം. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര്? വില്യം ലോഗൻ. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? തെന്മല. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ ആര്? വള്ളത്തോൾ നാരായണ മേനോൻ. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ടത് എവിടെ? ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ ഏതാണ്? ഉദയ സ്റ്റുഡിയോ. കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്ര? 34. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏത്? പൂക്കോട്ട് തടാകം. പ്രതിമകളുടെ നഗരം എന്ന് വിശേഷണം ഉള്ള ജില്ല ഏത്? തിരുവനന്തപുരം. കേരളത്തിൽ ഏറ്റവും ഉയർന്ന മാർബിൾ മന്ദിരം ഏത്? ലോട്ടസ് ടെമ്പിൾ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏത്? പുന്നമടക്കായൽ. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ പട്ടണം ഏത്? കോട്ടയം. 1989 ജൂൺ 25. കേരള സംസ്ഥാനത്തിൻ്റെ വിസ്തീർണം എത്ര? 38,863 ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളത്തിൻ്റെ വിസ്തീർണം? 1.18%. ഇടവപ്പാതിയുടെ മറ്റൊരു പേര്? കാലവർഷം, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. വടക്കു കിഴക്ക് മൺസൂണിനെ കേരളത്തിൽ എന്ത് വിളിക്കുന്നു? തുലാവർഷം. തിരുവാതിര ഞാറ്റുവേലയുടെ കാലദൈർഘ്യം എത്ര? 15 ദിവസം.